ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ കേരളത്തിൽ സർക്കാരിൻ്റെ ചുമതലയിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കൊക്കെ പ്രയോജനം ചെയ്യുന്ന രീതിയിൽ കുറഞ്ഞ ചിലവിൽ പഠിക്കുവാൻ വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി തുടങ്ങിയ ഒരു സ്ഥാപനം 10 വർഷം നീണ്ടുനിന്ന ചവറയിലെ ഇടത് MLA നേതൃത്വത്തിൽ ഇന്നത് വിറ്റിരിക്കുന്നു. CPMന്റെ B കമ്പനിയായ ഊരാളുങ്കൽ സൊസൈറ്റിക്ക്. ഈ നാട്ടിലെ ജനങ്ങൾക്ക്, പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ചെയ്യേണ്ടിയിരുന്ന ഒരു സ്ഥാപനത്തിന്റെ എല്ലാ ഗുണങ്ങളും നാട്ടുകാർക്ക് മുന്നിൽ കൊട്ടിയടയ്ക്കുകയാണ് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഇടതുപക്ഷ സർക്കാരും ഇവിടുത്തെ ഇടതുപക്ഷ ജനപ്രതിനിധിയും ചെയ്തത്. തിരുവനന്തപുരത്ത് നിന്നോ കൊല്ലത്തു നിന്നോ ഒക്കെ ആലപ്പുഴയിലേക്കോ എറണാകുളത്തേക്കോ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് കണ്ണിന് ഇമ്പമേകുന്ന ഒരു കാഴ്ചയാണ് ചവറ പാലം ഇറങ്ങുമ്പോൾ ഇടത്തെ സൈഡിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു കെട്ടിടം. ചവറയുടെ മുൻ MLA ഷിബു ബേബി ജോൺ തൊഴിൽ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ കേരളത്തിലെ ജനതയുടെ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് വേണ്ടി, സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയൊക്കെ നിർമ്മാണം പൂർത്തീകരിച്ചു ഉദ്ഘാടനം ചെയ്ത IIIC ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ കേരളത്തിൽ സർക്കാരിൻ്റെ ചുമതലയിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കൊക്കെ പ്രയോജനം ചെയ്യുന്ന രീതിയിൽ കുറഞ്ഞ ചിലവിൽ പഠിക്കുവാൻ വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി തുടങ്ങിയ ഒരു സ്ഥാപനം. എന്നാൽ 10 വർഷം നീണ്ടുനിന്ന ഇടതുഭരണം, 10 വർഷം നീണ്ടുനിന്ന ചവറയിലെ ഇടത് MLA നേതൃത്വത്തിൽ ഇന്നത് വിറ്റിരിക്കുന്നു. ആർക്ക്? ഊരാളുങ്കൽ സൊസൈറ്റിക്ക്. ഇന്ന് ഈ സ്ഥാപനം നടത്തുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനന്ദ് മുണ്ടകത്തിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. മെമ്പറെ, ഈ ഇങ്ങനൊരു പദ്ധതി, അതിപ്പം ഊരാളുങ്കലല്ല ആര് നടത്തിയാലും ഈ നാട്ടിലെ കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ്. പക്ഷേ ഇത് എന്തിനു വേണ്ടി തുടങ്ങി എന്നുള്ളത് മറ്റൊരു ചരിത്രമാണ്. അത് നടപ്പിലാക്കാൻ പറ്റില്ല. പക്ഷെ അവസാന നിമിഷം തുറന്നു എന്നുള്ളതൊരു സന്തോഷകരമായ കാര്യമല്ലേ? സംഭവം സന്തോഷകരമായിട്ടുള്ള സംഭവം തന്നെയാണ്. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രശ്നം, ഇതാര് തുടങ്ങുന്നു, എങ്ങനെ തുടങ്ങുന്നു എന്നുള്ളത് പ്രശ്നം തന്നെയാണ്. നമ്മൾ ആദ്യം പറഞ്ഞതിനകത്തൊരു തിരുത്തൽ വേണ്ടതും അതാണ്. ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളോടുകൂടി അതൊരു പ്രൊസീഡിങ്സോടുകൂടി നടക്കുന്നത് ഒരു പ്രൈവറ്റ് സ്ഥാപനം ഇത് നടത്തുന്നത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ചവറ മണ്ഡലത്തിൽ ഒറ്റ സാധാരണക്കാരൻ്റെ മക്കളും. ഇവിടെ മത്സ്യത്തൊഴിലാളി മേഖലയാണ്. മത്സ്യത്തൊഴിലാളികളുണ്ട്, പാവപ്പെട്ട കയർവീട് തൊഴിലാളികളുണ്ട്, കശുവണ്ടി തൊഴിലാളികളുണ്ട്. ഇവരുടെ ആരുടെയെങ്കിലും മക്കൾ ഒരാൾക്ക് പോലും പഠിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല ഇതിനകത്തിപ്പോൾ ഉള്ളത്. അതാണ് പ്രൈവറ്റൈസ് ആയതിൻ്റെയും അല്ലെങ്കിൽ നമുക്ക് സർക്കാർ തലത്തിൽ നടത്തിപ്പ് വരുമായിരുന്നെങ്കിലും ഉള്ള വ്യത്യാസം അതാണ്. ഓക്കെ, അപ്പം ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഇവിടുന്ന് പുറത്തുനിന്ന് വന്ന് പഠിച്ചവരുണ്ട്, എനിക്ക് നേരിട്ട് പരിചയമുള്ളവരുണ്ട്, നമ്മളുമായിട്ട് ഇവിടെ നിന്ന് സഹപാഠികളായിട്ട് സംസാരിക്കുന്നവരുണ്ട്. അവരൊരാൾ പോലും ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. കുറച്ചു കാലം പഠിക്കും, ഇവിടുത്തെ സംവിധാനങ്ങൾ പോരാന്നവർ പൂർണ്ണമായിട്ട് മനസ്സിലാക്കും, ഇവിടെ നിർത്തിപ്പോകുന്ന സാഹചര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് വിവരാവകാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് എടുക്കാമല്ലോ. ഇവിടെ എത്ര കുട്ടികൾ പാസ് ഔട്ടായി, എത്ര പേര് ഇവിടെ പഠിച്ചു, പഠിച്ചവരിൽ എത്ര പേര് ടോട്ടലായിട്ട് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പരിശോധിക്കാം. ഇന്ന് തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോണിന് ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ചൊരു ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇതിങ്ങനെ പ്രയോജനപ്പെടണം. അന്ന് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വന്ന കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി പോലും പറഞ്ഞത് ഇത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ അദ്ദേഹം വിഭാവനം ചെയ്ത തരത്തിലാണോ ഇപ്പോൾ ഈ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരിക്കലുമല്ല. അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയും അദ്ദേഹത്തിൻ്റെ വികസന ചിന്താഗതികളും സാധാരണക്കാർക്ക് വേണ്ടിയായിരുന്നു. സാധാരണക്കാർക്ക് പൂർണ്ണമായിട്ടും ഉപകാരപ്പെടുക, ഇല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണ മത്സ്യത്തൊഴിലാളികളുടെ ഉൾപ്പെടെയുള്ള മക്കൾക്ക് കൃത്യമായി പഠിക്കാനൊരു സംവിധാനം ഒൽപ്പിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ചിന്താഗതി. ആ ചിന്താഗതിക്ക് വിരുദ്ധമായിട്ടാണ് കഴിഞ്ഞ 10 വർഷ കാലയളവായിട്ട് ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ നമ്മൾ ഈ ഒരു വിഷയം മാത്രമല്ല, തൊട്ടപ്പുറത്ത് മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. 1,90,00,000 രൂപയ്ക്ക് 3 വർഷ കാലയളവിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അതും ഒരു പ്രൈവറ്റ് വ്യക്തിക്ക് കൊടുത്തിരിക്കുകയാണ്. അതും ഇതുപോലെ സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കേണ്ടതാണ്. തൊട്ടിപ്പുറത്ത് കൗശൽ കേന്ദ്രം ഉണ്ടായിരുന്നു. കൗശൽ കേന്ദ്രയും മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടും കൺസ്ട്രക്ഷൻ അക്കാഡമിയുള്ള മുഴുവൻ സ്ഥാപനങ്ങളും പ്രൈവറ്റൈസ് ആക്കി. സാധാരണക്കാരൻ്റെ മക്കൾ നമ്മൾ ഇവിടെ നിന്നുള്ളവർ പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും പോയി പഠിക്കേണ്ട സിറ്റുവേഷനാണ്. ഇതെല്ലാം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കേണ്ടതാണ്. തൊട്ടടുത്തുള്ളവർക്ക് വന്ന് കൃത്യമായിട്ടൊരു വിദ്യാഭ്യാസം കിട്ടുക, നല്ല വിദ്യാഭ്യാസം കിട്ടുക, ഉയർന്ന വിദ്യാഭ്യാസം കിട്ടുക എന്നുള്ള ചിന്താഗതിയോടുകൂടി മാത്രം സഖാവ് ഷിബു ബേബി ജോൺ കൊണ്ടുവന്നതാണ്.
ചവറയുടെ മുഴുവൻ ഭാഗങ്ങളിലും ഈ വിദ്യാഭ്യാസ മേഖല അല്ല മുഴുവൻ ഭാഗങ്ങളിലും ഇതുപോലുള്ള വികസന ഇല്ലായ്മ ഇരുണ്ട കാലഘട്ടമായിട്ട് കിടക്കുകയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട്. മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യത്തിൽ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. അച്ഛനും അപ്പൂപ്പനും കാരണവന്മാരും ഒക്കെ ഉണ്ടാക്കിയിട്ടത് വിറ്റ് തിന്നാൻ വളരെ എളുപ്പമാണ്. ദീർഘവീക്ഷണത്തോടുകൂടി ഒരു പദ്ധതി നടപ്പിലാക്കുക, നാടിന്റെ ഭാവിക്ക് പുതുതലമുറയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള സ്ഥാപനങ്ങൾ നിർമ്മിക്കുക, ഇതൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് സാമൂഹിക ബോധവും ഒപ്പം പരിജ്ഞാനവും ഒക്കെ ആവശ്യമുണ്ട്. അത്തരത്തിൽ നാടിന്റെ ആവശ്യങ്ങൾ അറിയാവുന്ന, നമുക്ക് ചുറ്റുമുള്ള ലോകരാഷ്ട്രങ്ങളിൽ എന്തെല്ലാം സംഭവിക്കുന്നുണ്ട്, അതിന്റെ സാധ്യതകൾ എങ്ങനെ സ്വന്തം നാട്ടിൽ നടപ്പിലാക്കാമെന്ന ചിന്തയും ആത്മാർത്ഥതയുള്ള ഇടപെടലുകളും കൈമുതലാക്കിയ നേതാവിന്റെ പേരായിരുന്നു ഷിബു ബേബി ജോൺ. എന്നാൽ ചില രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കൊടുവിൽ 10 വർഷക്കാലം ചവറ ഇടത്തോട്ട് തിരിഞ്ഞപ്പോൾ ചവറയ്ക്ക് നഷ്ടമായത് ഒരു പ്രതാപത്തിന്റെ കാലഘട്ടമാണ്. രണ്ടായിരത്തി 11 കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി ഷിബു ബേബി ജോണിനോട് പ്രത്യേക താല്പര്യമുണ്ടായിരുന്ന ചവറയിൽ നിന്നുള്ള MLA ആയിട്ടുള്ള മന്ത്രിയായിട്ടുള്ള ഷിബു ബേബി ജോൺ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്ത് ഉമ്മൻചാണ്ടി മുൻകൈയെടുത്ത് കോടിക്കണക്കിന് രൂപ മുടക്കി ഏറെ ദീർഘവീക്ഷണത്തോടെ ചവറയിലെ നല്ല കേരളത്തിലെ മുഴുവൻ സാധാരണക്കാരുടെ മക്കൾക്കും വിദ്യാസമ്പന്നരായ മക്കൾക്ക് തൊഴിൽ പരിശീലനം നേടി ഈ ഇന്ത്യ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റോടെ വിദേശ രാജ്യങ്ങളിൽ പോയി നല്ല ഒന്നാം തരം തൊഴിൽ പഠിച്ച് ഉപജീവന മാർഗം നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഏറെ ദീർഘവീക്ഷണമുള്ള കേരളത്തിൻ്റെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന സഖാവ് ഷിബു ബേബി ജോൺ മുൻകൈ എടുത്തിട്ട് നടപ്പിലാക്കിയിട്ടുള്ളൊരു പദ്ധതിയാണ് ഈ നമ്മളുടെ പിന്നിൽ കാണുന്ന കൺസ്ട്രക്ഷൻ അക്കാദമി. നമുക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ തന്നെ അതിനുശേഷം ഏറെ കാലം പൂട്ടിക്കിടന്നു. ഉദ്ഘാടന മാമാങ്കമൊക്കെ ഈ ഇടതുപക്ഷ സർക്കാർ നടത്തിയെങ്കിൽ പോലും 10 പൈസ അതിനുശേഷം മുതൽ മുടക്കി ഈ സർവകലാശാല ആവശ്യമായ തരത്തിൽ സാധാരണ ജനത്തിന്, സാധാരണക്കാരായ കുട്ടികൾക്ക് പഠിച്ച് ഉന്നമനം നേടി വിദേശ രാജ്യങ്ങളിൽ പോകുന്ന തരത്തിലേക്ക് ഒരു തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയാതെ ഏറെ വർഷക്കാലം പൂട്ടിക്കിടന്നതിന് ശേഷം CPM മുൻകൈയെടുത്ത് കൊണ്ട് CPMൻ്റെ പോഷക സംഘടനയായിട്ടുള്ള ഊരാളുങ്കൽ സൊസൈറ്റിക്ക് അത് മറിച്ച് കാശ് മേടിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. എന്നാൽ ഇപ്പോൾ അറിയാം, പേരിന് വേണ്ടി മാത്രം കുറേ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് യൂണിഫോം ഇട്ട് കുറേ പ്രഹസനം നടത്തുന്നുള്ളതല്ല, ഒരാളെയെങ്കിലും കഴിഞ്ഞ 5 വർഷ കാലത്തിനിടയ്ക്ക് വെച്ച് പഠിച്ച് വിദ്യാസമ്പന്നരാക്കി വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുതരമായ ഒരു സംഭവമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഷിബു ബേബി ജോൺ MLA ആയിരുന്ന കാലഘട്ടത്തിൽ, തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഈ നാടിനു വേണ്ടി ഉണ്ടാക്കിയിട്ട പദ്ധതികൾ മുഴുവൻ നശിപ്പിക്കുന്ന തരത്തിലേക്കാണ് കഴിഞ്ഞ 10 വർഷക്കാലങ്ങൾ ചവറയെ 100 വർഷക്കാലം പിന്നോട്ടടിച്ചത്. എനിക്ക് പിന്നിൽ തലയുയർത്തി നിൽക്കുന്ന ഈ കെട്ടിടം പോലും സ്വകാര്യ മേഖലയ്ക്ക് വിറ്റിരിക്കുന്നു, പുട്ടടിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. CPMൻ്റെ B കമ്പനിയായ ഊരാളുങ്കൽ സൊസൈറ്റിക്ക്. ചവറയുടെ സ്വന്തം IIICയുടെ മുന്നിൽ ചാനൽ ക്യാമറയും ചാനൽ മൈക്കും കണ്ടപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർ, ഊരാളുങ്കലിൻ്റെ സ്വന്തം സെക്യൂരിറ്റി ജീവനക്കാർ ഈ ഗേറ്റ് ഞങ്ങൾക്ക് മുന്നിൽ കുട്ടിയടച്ചു. ഇതുപോലെ തന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക്, പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ചെയ്യേണ്ടിയിരുന്ന ഒരു സ്ഥാപനത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നാട്ടുകാർക്ക് മുന്നിൽ കൊട്ടിയടയ്ക്കുകയാണ് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഇടതുപക്ഷ സർക്കാരും ഇവിടുത്തെ ഇടതുപക്ഷ ജനപ്രതിനിധിയും ചെയ്തത്. ഷിബു ബേബി ജോൺ എന്ന തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ, ഷിബു ബേബി ജോൺ എന്ന ചവറയുടെ സ്വന്തം MLAയുടെ ദീർഘവീക്ഷണത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന പല പദ്ധതികൾക്കും ഇത്തരത്തിൽ മുഖം തിരിക്കുകയും സ്വകാര്യ മേഖലയ്ക്ക് തീറെഴുകയും ചെയ്ത 10 വർഷക്കാലങ്ങൾക്ക് ചവറയിലെ ജനങ്ങൾ വോട്ട് കൊണ്ട് വിധി എഴുതും എന്നാണ് ചവറയിലെ UDF പ്രവർത്തകരുടെ വിശ്വാസം. നേഷൻ ഫസ്റ്റിന് വേണ്ടി ക്യാമറ പേഴ്സൺ രോഹിത് രവീന്ദ്രനൊപ്പം രോഹിത്.